എടി എൽസമ്മോ, ദേ നിന്റെ പുന്നാര മോള് എന്തോ മലമറിക്കാൻ പോയിട്ടേ ദേ 4-5 മലയും മറിച്ചോണ്ട് വന്ന് നിൽക്കുക. മാഡം ഇവിടെ? ഇവിടുത്തെ ദീപുവിന്റെ കൂടെ പഠിക്കുന്നതാ എന്റെ മക്കള്. ദീപു അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ദേ അവരൊന്ന് വിളിച്ചേ. ആ മാഡം വന്നത് നന്നായി. ഈ ഒരവസ്ഥയിലും ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഏതായാലും പറ്റിയല്ലോ. ഇതിപ്പോ എന്താ ശരിക്കും സംഭവിച്ചേ? 15 വയസ്സേ ഉള്ളൂ മരണപ്പെട്ട പെൺകുട്ടിക്ക്. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്ന കുട്ടിയാ. ദീപുവിന്റെ നേരെ മൂത്തതാ. ഈ വീട്ടിലുള്ളവരുടെ ഏക പ്രതീക്ഷയായിരുന്നു അവള്. പക്ഷേ വിധി ചതിച്ചു. അല്ല, അധികാരികളുടെ മൗനം, ഈ പാവപ്പെട്ട കുടുംബത്തിന് നേരെയുള്ള കണ്ണടയ്ക്കൽ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. വീടിന്റെ കഴിക്കോല് വന്ന് തലയിൽ വീണതാ. കുഞ്ഞ് സ്പോട്ടിൽ മരിച്ചു. മക്കളെ വാ. വേണ്ട മാഡം, കയറണ്ട. വീടിന്റെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ്. അറിയോ, പുതിയൊരു വീടിനു വേണ്ടി ഇവരിനി കയറാത്ത ഓഫീസുകളില്ല മാഡം. ഇതിപ്പോ ഈ സ്ഥലം ഇവരുടെ പേരിലുള്ളതാണോ? അല്ല, പുറമ്പോക്ക, പട്ടയം ആയിട്ടില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ തന്നെയാ നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഒരു ജീവൻ നഷ്ടപ്പെട്ടു, അത്ര തന്നെ. പപ്പി, സത്യ, എന്റെ ചേച്ചി. കരയണ്ട ദീപു. കരയണ്ട ദീപു, കരയാതെ. കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ? മോളോ പോയി. എനിക്കിനി ഈ മോനെങ്കിലും മരണഭയം ഇല്ലാതെ കിടത്തി ഉറക്കാൻ കഴിയണം. രാവിലെ എണീറ്റ് സ്കൂളിൽ പോണം, ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നതല്ലേ എന്റെ കുഞ്ഞ്. ഇങ്ങനൊരു ദുരന്തം വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഞാൻ അറിഞ്ഞില്ല. എന്റെ ദൈവമേ, ഒന്ന് നിലവിളിക്കാൻ പോലും എന്റെ കുഞ്ഞിനായില്ല. നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ. ഇവരങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും. വാ. കണ്ടില്ലേ മാഡം, ഈ വീട്ടിൽ താമസിച്ചാൽ ആ കുട്ടിയുടെ ജീവനും അപകടമാണ്. മാഡത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം. വലിയ പുണ്യം കിട്ടും. നോക്കട്ടെ, പട്ടയത്തിന്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടേ നമുക്ക് വീടിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്തായാലും ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശാലിനി, ശാലിക പ്രസവിച്ചു, പെൺകുഞ്ഞാ. അതെയോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഞ്ഞിന് തൂക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു, വേറെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ കൂടെ കുട്ടികളും ഉണ്ട്. ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് വരാം. ഓ ശരി, വന്നാ മതി. മാഡം ഒന്നും പറഞ്ഞില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം ഇതുപോലുള്ള ആൾക്കാർക്കാണ് ആവശ്യം. കൈവടിയരുത്. ഇനിയുള്ള കുട്ടിയെങ്കിലും നല്ലൊരു അന്തരീക്ഷത്തിൽ വളരണം.
ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. ഇവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഓഫീസിൽ അനുവിൻ്റെ അടുത്ത് ഏൽപ്പിക്കാൻ പറയൂ. ഇവർക്ക് വേണ്ടത് ആശ്വസിപ്പിക്കുന്നൊരു വാക്കല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നവർ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ജനിച്ചു പോയില്ലേ, മരിക്കുന്നതുവരെ അവർക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കണ്ടേ? കരുണ കിട്ടുമെന്ന് അറിയുന്നിടത്ത് യാചിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ഈ പാവങ്ങളെ സഹായിക്കണം. ഇവരെ മാഡം ഉപേക്ഷിക്കരുത്. എൻ്റെ കുട്ടികളാ എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വരവന്റെ ഗുണം ഈ വീട്ടുകാർക്ക് കിട്ടിയിരിക്കും. വാ ഇറങ്ങ്. നീ ഇറങ്ങ്, അപ്പനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ആ ഒരു കാര്യത്തിന് എന്നേക്കുമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലേ നീ ഇങ്ങോട്ടൊന്ന് കയറിയത്. കാര്യങ്ങൾ പറഞ്ഞ അപ്പനും അമ്മച്ചിക്ക് മനസ്സിലാവും. പിന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ടി വിയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നീ വാ, മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എടി എൽസമ്മോ, ദേ നിന്റെ പുന്നാര മോള് എന്തോ മലമറിക്കാൻ പോയിട്ടേ ദേ 4-5 മലയും മറിച്ചോണ്ട് വന്ന് നിക്കുക. ചെന്നങ്ങോട്ട് കാണടി. ഓ, ഒന്ന് ചെന്ന് ആനയെ ചകത്തേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് പോടി. കുടുംബത്തിന് വേണ്ടി പണിയെടുത്തിട്ട് വന്ന് നിൽക്കുകയല്ലയോ? വാ മോളെ അകത്തേക്ക്. അവൾ ആനയിക്കാൻ വന്നിരിക്കുന്നു, മരക്കഴുത. എടി പിന്നെങ്ങനാടി മക്കള് വഴിതെറ്റി പോകാത്തത്? ഓ, ഈ സൈസ് താരങ്ങളല്ലേ ഇവളുടെ തള്ള. അച്ഛാ, നമ്മുടെ മോള് മാറിക്കടി അങ്ങോട്ട്. നമ്മുടെ മോള് എന്താ? അപ്പാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും പറയുകയും കേൾക്കുകയും വേണ്ട. നീ ഇത്രയും നേരം പറഞ്ഞതല്ല ദാ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്തു.